ക്യാൻസർ, കിഡ്നി, പാലിയേറ്റീവ് തുടങ്ങിയ നിർധന രോഗികൾക്ക് 10% മുതൽ 20% വരെ ടെസ്റ്റുകൾക്ക് ഇളവ് ഉണ്ടായിരിക്കുന്നതാണ്. ആരോഗ്യരംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യം. മലബാർ മെഡിക്കൽ ലബോറട്ടറി, ചോക്കാട്, കാളികാവ്. ആര്യാടൻ ഷൗക്കത്ത് MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തു. നിയമസഭാ സമുച്ചയത്തിലെ ആർ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടന്ന ചടങ്ങിൽ ദൈവനാമത്തിലാണ് ആര്യാടൻ ഷൗക്കത്ത് സത്യപ്രതിജ്ഞ ചെയ്തത്. 15ാം കേരള നിയമസഭയിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 35 നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ നിന്നും വിജയിച്ച ശ്രീ ആര്യാടൻ ഷൗക്കത്ത് നിയമസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനായി ഹാജരായിട്ടുണ്ട്. ശ്രീ ആര്യാടൻ ഷൗക്കത്ത് എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. LDFിലെ സ്വരാജിനെ തോൽപ്പിച്ചാണ് ഷൗക്കത്ത് നിയമസഭയിലേക്ക് എത്തിയത്. 11,077 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ സാരഥ്യത്തിലൂടെ UDF മണ്ഡലം തിരിച്ചുപിടിച്ചത്. 2016 ശേഷം ആദ്യമായാണ് UDF നിലമ്പൂരിൽ വിജയിക്കുന്നത്. 77,737 വോട്ടാണ് ആര്യാടൻ ഷൗക്കത്ത് നേടിയത്. LDF സാരഥി സ്വരാജിന് 66,660 വോട്ട് ലഭിച്ചു. സ്വതന്ത്രനായി മത്സരിച്ച മുൻ MLA PV അൻവറിന് 19,760 വോട്ട് പിടിച്ചു. 8,648 വോട്ടാണ് BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജിന് കിട്ടിയത്. 10 സ്ഥാനാർത്ഥികളാണ് മണ്ഡലത്തിൽ ജനവിധി തേടിയത്. മണ്ഡലത്തിലെ ഇടത് MLA ആയിരുന്ന PV അൻവർ രാജിവെച്ച ഒഴിവിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.